എല്ലാവരെയും സൃഷ്ടാവ് ഒന്നാണ്. എല്ലാവരുടെയും മാതാപിതാക്കൾ ഒന്നാണ്. ആദമും അവയിൽ നിന്നാണ് മനുഷ്യരെല്ലാം വരുന്നത്. ആ ആദമും അവയും ഭൂമിയിലേക്ക് വരുമ്പോൾ അള്ളാഹു പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ജനിച്ചത് ഏത് വിഭാഗത്തിലായാലും കുഴപ്പമില്ല, എങ്ങനെ ആകട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, ഹിന്ദു ആവട്ടെ, നായരാകട്ടെ, AP ആകട്ടെ, EK ആകട്ടെ, പിന്നെ എന്തൊരു വിഭാഗങ്ങളാകട്ടെ, നീഗ്രോ ആകട്ടെ, ചൈനക്കാരനാകട്ടെ, ഇന്ത്യക്കാരനാവട്ടെ, ഏത് രൂപത്തിൽ ഏത് നാട്ടിൽ എന്ത് ജനിച്ചെന്നല്ല അള്ളാഹ് പറയുന്നു. നോക്കണം, സൂറത്ത് അറാഫിൽ 7-ാമത്തെ അധ്യായമായ അറാഫിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എത്രയോ ക്ലിയറാ. യാ ബനി ആദം, ആദമിൻ്റെ സന്തതികളെ, മുഴുവൻ മനുഷ്യരെയുമാണ് അള്ളാഹു വിളിക്കുന്നത്. ഇമ്മ യഅ്തിയന്നകും റുസുലും മിൻകും, എൻ്റെ ദൃഷ്ടാന്തങ്ങൾ വിവരിച്ച് തന്നുകൊണ്ട് നിങ്ങളിലേക്ക് പ്രവാചകന്മാരെ ഞാൻ അയക്കും. യഖുസ്സൂന അലൈക്കും ആയാത്തി, എൻ്റെ ദൃഷ്ടാന്തങ്ങൾ വിവരിച്ച് തന്നുകൊണ്ട്. ആയത്ത് ഖുർആൻ അവസാനത്തെ വേദമാണ്. അതിനു മുമ്പ് ഒരുപാട് പ്രവാചകന്മാരും വേദം വന്നു എല്ലാ ജനങ്ങളിലേക്കും. അത് അവസാനമാണ് റസൂലുള്ളാഹി മുഹമ്മദ് നബി വരുന്നത്. അവസാനത്തെ വേദമാണ് ഖുർആൻ. ആ മുഹമ്മദ് റസൂലിനെ ചെറിയും ആ ഖുർആനും പിടിച്ച് ജീവിക്കുക. ജനിച്ചത് എങ്ങനെയോ ആകട്ടെ, അതല്ല വിഷയം. യഖുസ്സൂന അലൈക്കും ആയാത്തി, അങ്ങനെ അവർ വന്ന് എൻ്റെ ദൃഷ്ടാന്തം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഞങ്ങളൊക്കെ ഇങ്ങനെയാണ്, നിങ്ങളൊക്കെ അങ്ങനെ, നിങ്ങൾ പഴച്ചവരാണ്, അതൊന്നും പറയാതെ അള്ളാഹു പറയുന്നു, വരുന്ന പക്ഷം, ദൂതന്മാർ നിങ്ങളുടെ അടുത്ത് വരുന്ന പക്ഷം, എൻ്റെ ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു തന്നുകൊണ്ട് ദൂതന്മാർ, നബിമാർ നിങ്ങളുടെ അടുത്ത് വരുന്ന പക്ഷം, ഫമനിത്തഖ, അപ്പോൾ സൂക്ഷ്മത പാലിക്കുക, നിലപാട് മാറ്റുക. നമ്മൾ തെറ്റായ നിലപാടാണെങ്കിൽ ഒരു വക്രതയുമില്ലാതെ എന്നെ സൃഷ്ടിച്ച രക്ഷിതാവിൻ്റെ സന്ദേശമാണിത് മനസ്സിലായി കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളുക. അത് APയോ EKയോ മറ്റ് നായരോ നമ്പൂരിയോ അതുപോലെ തന്നെ മറ്റേത് വിഭാഗങ്ങളോ ചൈനക്കാരനോ ഇന്ത്യക്കാരനോ കഴിഞ്ഞു പോയ ആളുകളോ വരാനുള്ള ആളുകളോ എല്ലാ മനുഷ്യനും കോമൺ ആയിട്ടാണ് പറഞ്ഞത്. എത്ര സിമ്പിൾ. ഫമനിത്തഖ, അപ്പോൾ സൂക്ഷ്മത പുലർത്തുകയും അസ്ലഹ്, പിന്നീട് സൽക്കർമ്മങ്ങളെല്ലാം ചെയ്ത് ജീവിതം നന്നാക്കി തീർത്തുകയും ചെയ്യുന്നവരാരോ, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. അവർക്കാണ് ആ സ്വർഗം മരണാനന്തരം അള്ളാഹു കൊടുക്കുന്നത്. 2 ഉള്ളൂ, സിലബസ് 2 ഉള്ളൂ, ഖുർആനും പ്രവാചകന്റെ ചര്യയും. അതനുസരിച്ച് ജീവിച്ചോ. എങ്ങനെ ജനിച്ചു, ഏത് വിഭാഗത്തിൽ ജീവിക്കുന്നു, ഏത് കാലഘട്ടം, ഏത് ജാതി, ഏത് മതം, ഇതൊന്നും ഇതിന് മുകളിലില്ല. സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ ഈ വമ്പ് പിടിക്കാതെ അതിലേക്ക് ചെല്ലുക. എന്നെ സൃഷ്ടിച്ച ഈ ഭൂമിയുടെ രക്ഷിതാവ്, ഈ പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ്, ഇതാണ് സത്യം. ഇനി വല്ലദീന കദ്ദബൂ ബി ആയാതിന, എന്നാൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളുകയും വസ്തക്ബറു അൻഹാ, അവരുടെ നേരെ അഹങ്കാരം നടിക്കുകയും. ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളെ നിയമം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉസ്താദുമാർ പറഞ്ഞത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങളെ മതം, എനിക്ക് എൻ്റെ മതം. വല്ലദീന കദ്ദബൂ ബി ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ച് കളയുകയും വസ്തക്ബറു അൻഹാ, അഹങ്കാരം നടിക്കുകയും ചെയ്യുന്നതാരോ, ഉലൈക അസ്ഹാബുന്നാർ, അവരാണ് നരകാവകാശികൾ. നരകത്തിയിലേക്കാണ് അവർ, സ്വർഗത്തിന് പകരം നരകം അവർ തിരഞ്ഞെടുക്കും. ഹും ഫീഹാ ഖാലിദൂൻ, അവർ അതിൽ നിത്യവാസികളായിരിക്കും. എത്ര ക്ലിയറാണ്, എത്ര കോമൺ ആണ് അള്ളാഹു പറയുന്നത്. അതിൽ ഒരു അന്യായവുമില്ല. നിങ്ങൾ എങ്ങനെ ജനിച്ചതൊന്നും നമ്മുടെ ശ്രേഷ്ഠതയെ കൊണ്ടല്ല. ഒരാൾ മുസ്ലിം കുടുംബത്തിൽ ജനിക്കുന്നത്, ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിക്കുന്നതും ക്രിസ്ത്യൻ കുടുംബം ആരുടെയും ശ്രേഷ്ഠതല്ല. AP ആയി EK ആയി ഇങ്ങനെയൊക്കെ പറയുന്നതല്ല, ഭൂമിക്ക് പുറത്തുള്ള കാര്യങ്ങളാണ്. സത്യം മനസ്സിലാക്കി അത് സ്വീകരിക്കുക. അള്ളാഹു നമ്മളെ എല്ലാവരെയും സ്വർഗത്തിൽ പ്രവേശിക്കുമാറാകട്ടെ. ആമീൻ.